സനൂജ ഈ 2 കാർഡും വീട്ടിൽ വെച്ച് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്നു. ഈ 2 കാർഡിലും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ്. AJ ഹോസ്പിറ്റൽ ചെല്ലുന്നു. അവിടെ നിന്ന് യൂറിൻ ടെസ്റ്റ് നടത്തുന്നു. പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ്. ബ്ലീഡിങ് കെട്ടിക്കിടക്കുന്നുണ്ടത് നദീറ ഡോക്ടർ പറഞ്ഞ സമയത്ത് ഞാൻ മാഡത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് നമുക്ക് ടാബ്ലറ്റ് വെക്കാൻ. രക്ഷിക്കാനും സംഹരിക്കുവാനുമുള്ള നിങ്ങളുടെ ഒക്കെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ കഴിവ് ചികിത്സാ പിഴവിൽ സംഹാരമാണ് നടക്കുന്നത്. എന്നിട്ട് ഇതേ സ്ഥാപനം തന്നെ, അതേ ഡോക്ടർ തന്നെ പറയുകയാണ് ഇത്രയൊക്കെ ബ്ലീഡിംഗ് ആയി, ഇനി നമുക്ക് കലക്കി കളയാമെന്ന്. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൻ്റെ ഒരു വലിയ ദാരുണമായ സംഭവത്തിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ AJ ഹോസ്പിറ്റലിലാണ് ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ചെറിയ വിഷയമല്ല. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് കൊന്നുകളഞ്ഞ വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 2 കാർഡുകളും പ്രഗ്നൻസി ടെസ്റ്റിൻ്റെതാണ്. ഈ 2 കാർഡിലും എനിക്ക് മുമ്പിലിരിക്കുന്ന സനൂജ അല്ലേ? സനൂജ ഈ 2 കാർഡും വീട്ടിൽ വെച്ച് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്നു. ഈ 2 കാർഡിലും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ്. വളരെ വ്യക്തമാണ്, 2 കാർഡിലും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ്. ഇവരുടെ സ്റ്റോറിയിലേക്ക് ഞാൻ ചുരുക്കി പറയുന്നതാണ്. അതിനുശേഷം ഈ പ്രഗ്നൻസി കൺഫേം ചെയ്യാനും അതിൻ്റെ തുടർ ചികിത്സകൾക്കും മറ്റുമായി ഈ 2 പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ടുള്ള ഈ 2 കാർഡുകളുമായി തിരുവനന്തപുരം കഴക്കൂട്ടത്തെ AJ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. AJ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അവിടെ നിന്ന് യൂറിൻ ടെസ്റ്റ് നടത്തുന്നു. പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ്. പ്രത്യേകം മെഡിക്കൽ മേഖലയിലുള്ള ഡോക്ടർമാരും ഗൈനക്കോളജിസ്റ്റുമാരും ഈ മേഖലയിലുള്ള വിദഗ്ധരും ഒക്കെ ശ്രദ്ധിക്കണം. 2 ടെസ്റ്റിൽ ഈ യുവതിക്ക് പോസിറ്റീവ് വളരെ വ്യക്തമായിട്ട് കിട്ടുന്നു. തുടർ ചികിത്സകൾക്കും പ്രസവ പരിചരണത്തിനുമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അവിടുന്ന് എടുത്ത യൂറിൻ ടെസ്റ്റിൽ നെഗറ്റീവ്. ഒരിക്കലും ഒരു യൂറിൻ ടെസ്റ്റ് പ്രഗ്നൻസിക്ക് കൺഫേംഡ് ആയിട്ടുള്ള ടെസ്റ്റ് അല്ല. ബ്ലഡ് ടെസ്റ്റാണ് ആധികാരികവും കൺഫേംഡ് ആയിട്ടുള്ള ടെസ്റ്റ്. അവിടെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടില്ല. അപ്പോഴും ഇവർ തറപ്പിച്ചു പറഞ്ഞു ഗർഭിണിയാണ് എന്ന്. നമുക്ക് തുടർന്നുള്ള വിവരങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം. സനൂജ ഗർഭിണിയാണെന്ന് വീട്ടിലാണ് കണ്ടെത്തിയത് 2 ടെസ്റ്റിൽ. പിന്നീട് ഹോസ്പിറ്റലിൽ പോകുന്നു. എന്താണ് ആദ്യം മുതലുള്ള സംഭവം? ആദ്യത്തെ ഒന്ന് വിവരിക്കാമോ? ഞങ്ങൾ നവംബർ മാസം 3-ാം തീയതിയാണ് AJ ഹോസ്പിറ്റലിൽ എലിസബത്ത് രശ്മി ജോൺ എന്ന ഡോക്ടറെ കാണാൻ പോയത്. ആ മാഡത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഇതുപോലെ പറയുകയാണ്, എനിക്ക് പ്രഗ്നൻസിയുടെ എല്ലാ ലക്ഷണവും ഉണ്ട്, ഞാൻ ടെസ്റ്റ് ചെയ്തു മാഡം, അത് പോസിറ്റീവാണെന്നുള്ള കാര്യം ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ഈ കാർഡ് ഞാൻ മാഡത്തിനെ കാണിച്ചു. ടെസ്റ്റ് ചെയ്ത കാർഡ് ഞാൻ കാണിച്ചു. ആ കാർഡ് കാണിച്ചപ്പോൾ മാഡം അവിടെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. യൂറിൻ ടെസ്റ്റ് ചെയ്തു. യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടുത്തെ ലാബിൽ നിന്ന് കിട്ടിയ റിസൾട്ട് നെഗറ്റീവാണ്. നെഗറ്റീവ് അവിടെ നിന്ന് കിട്ടിയതനുസരിച്ച് മാഡം എനിക്ക് ടാബ്ലറ്റ് നിർദ്ദേശിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആയപ്പോൾ നിങ്ങൾ പറഞ്ഞോ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണ്? ഞാൻ പറഞ്ഞു മാഡം, എനിക്ക് കഴിഞ്ഞ 2 പ്രഗ്നൻസിയിലും ഇതുപോലെ തന്നെയായിരുന്നു. ആദ്യം നമ്മുടെ സ്ട്രിപ്പിൽ നോക്കുമ്പോൾ ലൈറ്റായിട്ടുള്ള വരേ വരത്തുള്ളൂ, അത് കഴിഞ്ഞിട്ടേ അത് നല്ല കട്ടിയായിട്ടുള്ളത് വരത്തുള്ളൂ എന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞു. എല്ലാ ലക്ഷണങ്ങളും എനിക്കുണ്ടായിരുന്നു. 2 പ്രഗ്നൻസിയിലും ഉള്ളതുപോലെ തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ ലക്ഷണങ്ങളൊന്നും. അതായത് ഗർഭിണിയാണെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ശരീരത്തുണ്ടായിരുന്നു? അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് ഡോക്ടറോട് ഞാൻ പറഞ്ഞു. അത് മാഡം പാടെ അവഗണിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം മാഡം എനിക്ക് വെൽനോർ 10 mg എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് നിർദ്ദേശിച്ചു. അത് കഴിക്കാൻ പറഞ്ഞു. അത് 5 ദിവസം കഴിക്കാൻ പറഞ്ഞു, രാവിലെയും രാത്രിയായിട്ട്. വീട്ടിൽ 2 തവണ ടെസ്റ്റ് നടത്തിയപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ പ്രസവ പരിചരണത്തിനായിട്ട് ചെല്ലുന്നു. അവിടെ യൂറിൻ ടെസ്റ്റ് മാത്രം നടത്തിയതിന് ശേഷം പ്രഗ്നൻസി നെഗറ്റീവാണ് എന്ന് കണ്ടെത്തുന്നു. ഇവർ പറയുന്നു ഗർഭിണിയാണ് എന്ന്. ഡോക്ടർ പറയുന്നു ഗർഭിണി അല്ല എന്ന്. ഇവർ തറപ്പിച്ച് പറയുന്നു എനിക്ക് ഗർഭാവസ്ഥയുടെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്, ഛർദി, വയറുവേദന, ക്ഷീണം, അങ്ങനെയുള്ള തലകറക്കം, അങ്ങനെയുള്ള എല്ലാ ലക്ഷണങ്ങളുമുണ്ട് എന്ന് ഈ യുവതി തറപ്പിച്ച് ഡോക്ടറോട് പറയുകയാണ്. ഡോക്ടറുടെ പേരെന്താ? എലിസബത്ത് രശ്മി ജോൺ. എലിസബത്ത് രശ്മി ജോൺ അറിയുവാനാണ് പറയുന്നത്. പാവങ്ങളോടും കരുണ കാണിക്കണം. ഗർഭത്തിലുള്ള ശിശുക്കളോട് പ്രത്യേക കരുണ കാണിക്കണം. അതൊക്കെ മനുഷ്യജീവനാണ്. മാത്രമല്ല വളരെ പ്രത്യാശയോടെയാണ് ഒരു ഡോക്ടർ, നിങ്ങൾ ദൈവമാണ് എന്നൊക്കെയാണ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ജനിപ്പിക്കാനും വധിക്കാനും ഒക്കെയുള്ള ഒരു ശക്തി ഡോക്ടർമാർക്ക് ഉണ്ട് എന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. രക്ഷിക്കാനും സംഹരിക്കുവാനുമുള്ള നിങ്ങളുടെ ഒക്കെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ കഴിവ് ചികിത്സാ പിഴവിൽ സംഹാരമാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒരു യുവതി ഗർഭിണിയാണ് എന്ന് അവരുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവിൻ്റെ കാർഡുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ വെറും ഒരു യൂറിൻ ടെസ്റ്റിൽ അത് നെഗറ്റീവാണ് എന്ന് നിങ്ങൾ കണ്ടെത്തുന്നു. തറപ്പിച്ച് പറഞ്ഞിട്ടും ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നില്ല. അതിനുശേഷം നിങ്ങൾ എഴുതി കൊടുത്ത ടാബ്ലറ്റും ഇവർ വാങ്ങിയതുമാണ് ഇത്. വെൽനോർ 10 mg. വെൽനോർ ഈ രംഗത്ത് ചികിത്സിക്കുന്ന എല്ലാവർക്കും അറിയാം എന്തിനാണ് ഈ ഗുളിക കൊടുക്കുന്നത് എന്ന്. ഇത് വിഡ്രോവൽ ബ്ലീഡിങ്ങിനാണ് പ്രധാനമായിട്ടും വെൽനോർ 10 mg ഗുളിക കൊടുക്കുന്നത്. ഈ സനൂജ പറഞ്ഞത് അവർക്ക് പീരിയഡ്സ് വരുന്നില്ല. അപ്പം ഡോക്ടർ പീരിയഡ്സ് ഉണ്ടാകാൻ വേണ്ടി വിഡ്രോവൽ ബ്ലീഡിങ്ങിന് സാധാരണ ഉപയോഗിക്കുന്ന ഗുളികയാണ് വെൽനോർ 10 mg എന്നുള്ളത്. ആ ഗുളിക കഴിച്ചാൽ വിഡ്രോവൽ ബ്ലീഡിംഗ് ഉണ്ടാകും എന്ന് എല്ലാ ഡോക്ടർമാർക്കും അറിയാം. ബ്ലീഡിംഗ് ഉണ്ടാകാനാണ്, അതായത് ക്രമം തെറ്റിയ പീരിയഡ്സ് അത് ശരിയായ വിധത്തിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഗുളികയാണ് കൊടുത്തത്. ഞാൻ ആ ടാബ്ലറ്റ് കഴിച്ചു. ആദ്യം 3-4 ദിവസം ഞാൻ അത് കഴിച്ചില്ല. എന്തുകൊണ്ടാണ് കഴിക്കാതിരുന്നത്? എനിക്ക് പ്രഗ്നൻസി ഉണ്ടെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെയും എൻ്റെ ഇക്ക എന്നെ നിർബന്ധിച്ചു. ഡോക്ടർ പറയുന്നതിനപ്പുറം നമുക്കൊന്നുമില്ലല്ലോ, അവർക്കല്ലേ എല്ലാം അറിയാവുന്നത്. അപ്പോൾ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജാഫർ ഖാൻ. അപ്പം ഇക്കയ്ക്ക് അറിയത്തില്ലായിരുന്നോ ഇങ്ങനെ ഉള്ള സാധനങ്ങളൊന്നും ഭാര്യയ്ക്ക് കൊടുക്കരുത്? എന്തിനാണ് ഇക്ക നിർബന്ധിച്ചത്? ഞാൻ നിർബന്ധിച്ചെന്ന് വെച്ചാൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് എൻ്റെ മോൻ 2 വയസ്സാവറെ മോനുണ്ട്. അവൻ എവിടെ ഉദരത്തിൽ തുടങ്ങിയ സമയത്ത് ആ 8 മാസം ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ചെക്കപ്പും കാര്യങ്ങളും ചെയ്തത് ഇതേ സെയിം ഡോക്ടർ ഈ ഗൈനക്കോളജിസ്റ്റ് അടുത്താണ്. അതിനുശേഷം 8 മാസം കഴിഞ്ഞ ശേഷം SIT ചെയ്തു. അതെല്ലാം സക്സസ് ആയിരുന്നു. പക്ഷേ ആ ഒരു വിശ്വാസത്തിന് പേരിലാണ് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ചെന്നപ്പോൾ ഈ ഗുളിക കൊടുത്തപ്പോൾ ഡോക്ടറല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പ്രഗ്നൻസിയും കാര്യങ്ങളും ഈ ഡോക്ടറെ അടുത്തായിരുന്നു? ഈ ഡോക്ടറെ അടുത്തായിരുന്നു. 8 മാസം വരെ ഈ ഡോക്ടറെ അടുത്തായിരുന്നു. ഡോക്ടറെ വിശ്വസിച്ചു. ഒരു കൂടപ്പറപ്പിൻ്റെ സ്നേഹത്തോടെ നമ്മൾ നിന്നത്. ഡോക്ടറെ ഒരു കൂടപ്പിറപ്പിനെ പോലെ നിങ്ങളെ വിശ്വസിച്ചു. ഗർഭിണിയായിട്ട് ചെന്ന ഒരാളെ അവർ ഗർഭിണിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു യൂറിൻ ടെസ്റ്റ് നടത്തി അത് നെഗറ്റീവ് എന്ന് പിഴവിലൂടെ കണ്ടെത്തിയെന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം കൂടപ്പിറപ്പുകളെ പോലെ നിങ്ങളെ വിശ്വസിച്ചു. രോഗി മാത്രമല്ല, കൂടപ്പിറപ്പുകളെ പോലെ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെന്ന അവർക്കാണ് നിങ്ങൾ വെൽനോർ 10 mg ടാബ്ലറ്റ് കുറിച്ചു കൊടുത്തത്. അവരത് 2, 3, 4, 5 ദിവസം കഴിക്കാതിരുന്നു. 5 ദിവസം കഴിക്കായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം കഴിച്ചു. ഈ ഡോക്ടർ പറഞ്ഞത് ശരിയായിരിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ ഞാൻ അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കരമായ തലവേദനയും വയറുവേദനയും നല്ലതുപോലെ ശക്തമായിട്ട് നടുവേദനയും കാര്യങ്ങളും എല്ലാം അനുഭവപ്പെട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ടാബ്ലറ്റ് 5 ദിവസം ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വയറുവേദനയും കാര്യങ്ങളും വന്നതുകൊണ്ട് ഞാൻ അവിടെയുള്ള കടയ്ക്കൽ ഹോസ്പിറ്റലിൽ പോയി. കടയ്ക്കൽ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു, എനിക്ക് നല്ല വയറുവേദനയും കാര്യങ്ങളുണ്ട്, പ്രഗ്നൻ്റ് ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു മാഡം. ഞാൻ ഇതുപോലെ AJയിൽ ഞാൻ കാണിച്ചു. അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു ടാബ്ലറ്റ് തന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പം മാഡം പറഞ്ഞു നമുക്കെന്നാൽ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ 5 ആഴ്ച പ്രഗ്നൻ്റ് ആണ്. നിങ്ങൾ ഞെട്ടിപ്പോയോ? ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എനിക്ക് സങ്കടമായിപ്പോയി. കാര്യം ഇങ്ങനെ ഒരു ടാബ്ലറ്റ് ഞാൻ കഴിച്ചിരിക്കുകയല്ലേ. അതുമല്ല ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കുന്നതും കൂടിയാണ്. അപ്പം സനൂജയ്ക്ക് ഒരു കുട്ടിയുണ്ട്, ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് മുലയൂട്ടുന്ന കുട്ടിയാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഈ ടാബ്ലറ്റ് ഒരു കാരണവശാലും കൊടുക്കുവാൻ പാടില്ല. അത് മെഡിക്കൽ പീഡിയാട്രീഷ്യനൊക്കെ നല്ല അറിവുള്ള കാര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും ബുദ്ധിമുട്ട് കലശലായപ്പോൾ സനൂജ വീണ്ടും അടുത്തുള്ള സ്കാനിങ് സെൻറ്ററിൽ പോകുന്നു. അവിടെ സ്കാൻ ചെയ്യുന്നു. സ്കാനിങ്ങിൽ വളരെ വ്യക്തമായിട്ട് പ്രഗ്നൻസി 5 ആഴ്ച അല്ലേ? 5 ആഴ്ച, 4 ആഴ്ചയും 6 ദിവസവും പ്രായമായി. അതിൻ്റെ സ്കാൻ റിപ്പോർട്ടാണ് ഈ കാണുന്നത്. അതായത് ഇത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. ഇതിനകത്ത് കുഞ്ഞിൻ്റെ ചെറിയ ചലനങ്ങളും പ്രത്യേകതകളൊക്കെ കാണാൻ സാധിക്കും സ്കാൻ റിപ്പോർട്ടിലും. അപ്പോൾ 5 ആഴ്ച ഗർഭിണിയായിരുന്നു എന്നാണ് സ്കാൻ റിപ്പോർട്ടിൽ കണ്ടത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ചെന്നത് ഡേറ്റ് എന്നാണ്? മാഡത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ എനിക്ക് ടാബ്ലറ്റ് തന്നത് 3-ാം തീയതിയാണ്. 3-ാം തീയതിയാണ്, നവംബർ 3-ാം തീയതി. അതിനുശേഷം ഈ സ്കാൻ സെൻറ്ററിൽ പോയത് 25-ാം തീയതി. അപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, ആദ്യം ചെന്ന ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ
എത്ര ആഴ്ച ഗർഭിണിയായിരുന്നു? 2 ആഴ്ചയിൽ കൂടുതൽ പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. അതിനുശേഷം ഈ ഗുളിക കഴിച്ചു. ഇത്തരത്തിൽ 5 ആഴ്ച ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ഗുളിക കഴിക്കൽ നിർത്തിയോ? ഗുളിക 5 ദിവസത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ നിങ്ങൾ കഴിച്ചു? അത് മുഴുവനും കഴിച്ചു. അത് 10 ഗുളികയാണ്. 10 ഗുളിക ദിവസം 2 എണ്ണം വെച്ച്, രാവിലെ 1 രാത്രി 1. അങ്ങനെ അതോടെ പിന്നെ എല്ലാം കാര്യങ്ങൾക്ക് തീരുമാനമായി. ഞാൻ ഈ സ്കാൻ ചെയ്ത സമയത്ത് മാഡം പറയുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ അടുത്ത് ബ്ലീഡിങ് കട്ട കെട്ടി കിടക്കുകയാണെന്നുള്ളത് പറയുന്നുണ്ട്. അത് ആ സ്കാനിങ് തന്നെ അറിയാം. ഈ സ്കാൻ റിപ്പോർട്ടിലുണ്ട് ഗർഭപാത്രത്തിൽ രക്തം കട്ട കെട്ടി കിടക്കുന്നു, കുഞ്ഞ് ഏകദേശം പിന്നെ ജീവനില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ എന്താ ഉണ്ടായി? അതിനുശേഷം ഞാൻ വീണ്ടും എലിസബത്ത് രശ്മി ജോൺ മാഡത്തിനെ ഞാൻ വിളിച്ചു. ഞാൻ ഇതേപോലെ ഇവിടെ പോയി സ്കാൻ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. ഇത്ര ദിവസമായെന്നുള്ളത് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ആ ടാബ്ലറ്റ് കഴിച്ചതുകൊണ്ട് ബ്ലീഡിങ് ആയി കിടക്കുകയാണെന്നുള്ളത് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് മാഡം പറഞ്ഞു സനുജയ്ക്ക് ഞാൻ ആ ടാബ്ലറ്റ് തരുന്ന സമയത്ത് സനുജ പ്രഗ്നൻ്റ് അല്ല എന്നാണ് ആ മാഡം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ ടാബ്ലറ്റ് തന്നപ്പോൾ പ്രഗ്നൻ്റ് അല്ല. നവംബർ 3 എനിക്ക് ടാബ്ലറ്റ് തന്നപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ നവംബർ 25 തീയതി എൻ്റെ വയറ്റിൽ എങ്ങനെ 5 ആഴ്ച പ്രായമായ കുഞ്ഞുണ്ടാവും? ഞാൻ അതാണ് മാഡത്തിനോട് ചോദിക്കുന്നത്. 5 ആഴ്ച പ്രായമായ കുഞ്ഞ് എൻ്റെ വയറ്റിൽ എങ്ങനെ വരും നവംബർ 25 തീയതി ആകുമ്പോഴത്തേക്ക്? അതിനുശേഷം അവിടെ സ്കാൻ ചെയ്തോ? അവിടെയും സ്കാൻ ചെയ്തു. അവിടെ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഈ സ്കാൻ റിപ്പോർട്ട് ഇതേ ഹോസ്പിറ്റൽ ആദ്യം പ്രഗ്നൻസി ഇല്ല എന്ന് നെഗറ്റീവ് റിസൾട്ട് പറഞ്ഞ ഇതേ ഹോസ്പിറ്റലിലെ AJ ഹോസ്പിറ്റലിലെ റിസൾട്ടാണ്. സ്കാൻ റിപ്പോർട്ടാണ്. അൾട്രാസൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. അൾട്രാസൗണ്ടിൽ ഇതിനകത്ത് പറയുന്നത് 6 വീക്ക് അല്ലേ, അറൗണ്ട് 6 വീക്ക് പ്രഗ്നൻ്റ് ആണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് 25 തീയതിയാണ്. ഇവർ പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞ ഡേറ്റ് ഏതാണ്? പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞ നവംബർ 3. കേട്ടോ, നവംബർ 3 പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ടെസ്റ്റിൽ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്നു. ആദ്യ ടെസ്റ്റിൽ പ്രഗ്നൻ്റ് അല്ല എന്ന് യൂറിൻ ടെസ്റ്റിൽ പ്രഗ്നൻ്റ് അല്ല എന്ന നെഗറ്റീവ് റിസൾട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പിന്നെ വിഡ്രോവൽ ബ്ലീഡിങ്ങിനും മറ്റുമുള്ള ഗുളിക കൊടുക്കുന്നു, ഇവരുടെ പീരിയഡ്സിനും മറ്റുമുള്ളത്. അതിനുശേഷം പിന്നീട് ഇവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് പറഞ്ഞപ്പോൾ അതേ ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിൽ 6 വീക്ക് പ്രഗ്നൻറ്റ്. ഇതാണ് നമ്മളുടെ ആരോഗ്യ രംഗത്തെ ഏറ്റവും വലിയ ദുരന്തവും അപകടവും. മനുഷ്യനെ കൊല്ലുന്ന ലാബുകളും മനുഷ്യനെ കൊല്ലുന്ന റിപ്പോർട്ടുകളും വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഒരു ലാബിൽ ഒരു പരിശോധന നടത്തിയിട്ട് മറ്റൊരു ലാബിൽ ചെന്ന് മറ്റൊരു പരിശോധന നടത്തിയ മറ്റൊരു റിസൾട്ടായിരിക്കും. വളരെ ദുരന്തപൂർണ്ണമാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം. ഒന്നുകിൽ മെഷീൻ്റെ തകരാർ അല്ലെങ്കിൽ ലാബ് റിപ്പോർട്ടുകൾ പരസ്പരം മാറിപ്പോകുന്നു എന്നുള്ള ഞെട്ടലുണ്ടാക്കുന്ന വസ്തുത. അതുമല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ടെക്നിക്കലായിട്ടുള്ള നോളജ് ഇല്ലാത്തവരെ അവിടെ നിയോഗിക്കുന്നു. എന്താണെങ്കിലും ലാബുകളിൽ നിന്ന് തെറ്റായ റിപ്പോർട്ട് തരുന്നു. ഇല്ലാത്ത അസുഖങ്ങൾക്ക് മനുഷ്യന് മരുന്ന് കൊടുക്കുന്നു, ഉള്ള അസുഖങ്ങൾക്ക് മരുന്ന് കൊടുക്കാതിരിക്കുന്നു. വലിയ ദുരന്തമാണ്. ഇവിടെ ഒരു കുഞ്ഞിനെയാണ് ലാബുകാരും ആശുപത്രിയുടെ അലംഭാവം മൂലം ഉദരത്തിലുള്ള ഒരു പ്രതീക്ഷ നിറഞ്ഞ ഇവരുടെ ദാമ്പത്യത്തിലെ വലിയ ഒരു സ്വപ്നത്തെയാണ് കൊന്നുകളഞ്ഞത്. എന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ ചെന്നിട്ട് ഡോക്ടർ പിന്നെ എന്ത് പറഞ്ഞു? ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് കേൾപ്പിച്ച് തന്നു. ആ സമയത്ത് എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. ആ സമയത്ത് ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ ഹാർട്ട് ബീറ്റ് കേട്ടപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റിയില്ല. ആദ്യം ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പിന്നെ എനിക്കൊന്നും സംസാരിക്കാനോ എടുക്കാനോ എനിക്ക് തോന്നിയതുമില്ല. അവർ പറയുന്നത്, ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ വിളിച്ച സമയത്ത് അവർ പറഞ്ഞത് നമുക്ക് ഗുളിക വെച്ച് അബോഷനാക്കി കളയാമെന്ന് അവർ പറഞ്ഞത്. അതിനാണ് എന്നെ ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞത്. എലിസബത്ത് മാഡം, ഞാൻ ഈ ബ്ലീഡിങ് കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് നദീറ ഡോക്ടർ പറഞ്ഞ സമയത്ത് ഞാൻ മാഡത്തിനെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് നമുക്ക് ടാബ്ലറ്റ് വെക്കാൻ സനൂജ വന്നാൽ മതി എന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചത്. 5-ാം തീയതി ഞാൻ അവിടെ വരുന്നത്, ഡിസംബർ 5 വരുന്നത്. അതായത് നമ്മൾ കേൾക്കണം, ആദ്യം പ്രഗ്നൻസി ഇല്ല എന്നും പറഞ്ഞിട്ട് കലക്കാൻ അത് ഒഴിവാക്കാവുന്ന തരത്തിലേക്ക് നയിക്കുന്ന ഗുളിക കൊടുത്തതിന് ശേഷം വീണ്ടും ബുദ്ധിമുട്ടായിട്ട് ചെന്നപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ്. എന്നിട്ട് ഇതേ സ്ഥാപനം തന്നെ, അതേ ഡോക്ടർ തന്നെ പറയുകയാണ് ഇത്രയൊക്കെ ബ്ലീഡിംഗ് ആയി, ഇനി നമുക്ക് കലക്കി കളയാമെന്ന്. എവിടെ നിൽക്കുന്നു നമ്മളുടെ ആരോഗ്യ രംഗത്തിൻ്റെ സുരക്ഷയും ലാബുകളിലെ പരിശോധനകളിലെ കൃത്യതയും ഒക്കെ? വളരെ ദുരന്തപൂർണ്ണമാണ്. ഒരു കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ കൊലപാതകങ്ങളും ഒരുപോലെ തന്നെയാണ്. മനഃപൂർവ്വം മർഡർ ചെയ്യുക, നെഗ്ലിജൻസിലൂടെ വരുന്നതും കൊലപാതകം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവമാണ് ഇവിടെയും ഈ രോഗിക്കുണ്ടായിരിക്കുന്നത്. എന്നിട്ട് ഈ ഡോക്ടർ പിന്നെ എന്ത് ചെയ്തു?
ഈ ഡോക്ടർ പിന്നെ എനിക്ക് ചികിത്സകൾ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മറ്റൊരു ചികിത്സ എനിക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അത് ഈ കുഞ്ഞ് മരിച്ചു എന്ന് എപ്പോഴാണ് ഉറപ്പാക്കിയത്? എനിക്ക് ഈ സ്കാനിങ് 6-ാം തീയതിയാണ് ചെയ്ത്. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും എല്ലാം കേട്ട് ഞങ്ങൾ വളരെ സങ്കടത്തോടെയാണ് പോയത്. ഞങ്ങൾ മാഡത്തിൻ്റെ അടുത്ത് ഫസ്റ്റ് വന്നത് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. ആ പ്രഗ്നൻസി കാർഡിൽ പോസിറ്റീവ് കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടി കൂടപ്പറപ്പിനെ പോലെ വിശ്വസിച്ചൊരു ഡോക്ടർ, കൂടപ്പറപ്പിനെ പോലെ തന്നെയായിരുന്നു ഞങ്ങൾ മോൻ്റെ സമയത്ത് ചേച്ചിന്ന് നമ്മൾ വിളിച്ചത്. ചേച്ചി, നിങ്ങൾ ഡോക്ടർ എന്നല്ല ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ചേച്ചി എന്നാണ് കൂടുതലും വിളിച്ചിരുന്നത്. നമ്മളെ സാഹചര്യം മൊത്തം അറിയാം. ഞാനൊരു പൊതുപ്രവർത്തകനാണെന്നറിയാം. ഞാനും ഇതേപോലെ പല അപകടഘട്ടം കിടന്ന ആൾക്കാരെ കൊണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പറയാൻ വാക്കുകൾ കിട്ടാനില്ല. കാരണം ഒരു കുഞ്ഞാണ് ഞങ്ങൾ നഷ്ടപ്പെട്ട. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നോക്കി. കാരണം ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ 2 ദിവസം, അവൾ അബോർഷൻ കഴിഞ്ഞ ശേഷം 2 ദിവസം റൂമിലുണ്ടായിരുന്നു. റൂമിലുണ്ടായിരുന്ന സമയത്ത് ഞാനൊരു ഇന്ത്യൻ മനുഷ്യാവകാശ കൗൺസിലിംഗ് സംഘടനയിൽ പ്രവർത്തിക്കുകയാണ്. അതിലെ ചെയർമാൻ്റെ അടുത്ത് ഫുൾ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഉപദ്രവിക്കരുതെന്നും ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നും അവർ പറഞ്ഞതിന് പ്രകാരം ഈ AJ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പറഞ്ഞു അതുവരെയുള്ള ട്രീറ്റ്മെൻറ്റ് പൈസ വേണ്ട. അതേപോലെ പുറത്ത് സ്കാൻ ചെയ്തതിൻ്റെ പൈസ റീഫണ്ട് ചെയ്തു. പിന്നെ അതേപോലെ 4 മാസം എൻ്റെ വൈഫിൻ്റെ പൂർണ്ണമായ ചികിത്സ അവർ ചെയ്തുകൊള്ളാമെന്നും എല്ലാം പറഞ്ഞു. എന്നിട്ട് ഒരു കണ്ടീഷൻ മാത്രം, ഈ സംഭവങ്ങൾ പുറം ലോകം അറിയരുത്. അതെ, ഈ സംഭവങ്ങൾ പുറം ലോകം അറിയാൻ പാടില്ല. അതിന് ഇവർക്ക് പ്രോമിസ് ചെയ്തതാണ് 4 മാസത്തെ സൗജന്യ ചികിത്സ, അതുപോലെ ഹോസ്പിറ്റലിലെ ബില്ല് ഒഴിവാക്കി കൊടുക്കുക, മറ്റാരോടും പറയുവാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് മനുഷ്യസഹജമായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കും, മനുഷ്യസഹജമായിട്ടുള്ള തെറ്റുകൾ സംഭവിക്കും. പക്ഷേ അതൊക്കെ ഏറ്റുപറയുക, പശ്ചാത്തപിക്കുക, അവരെ സ്വാന്തനപ്പെടുത്തുക, അതൊക്കെ ചെയ്യുന്നതൊരു മര്യാദ. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ല. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു കണ്ടീഷൻ പറഞ്ഞു. എനിക്ക് നഷ്ടം, എനിക്കിനി എന്തൊക്കെ തന്നാലും എത്ര കോടി തന്നാലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട തിരിച്ച് കിട്ടൂല. രണ്ടാമത്തെ കേസ് ഞാൻ വ്യക്തമായിട്ട്, ദൈവം സത്യമായിട്ട് ഞാൻ ആ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇനി ഒരാൾക്കും ഇതേപോലൊരു പ്രശ്നം വരരുത്. ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. ഇനി ഒരു ഗർഭിണി വന്നാൽ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വെറും നിസ്സാരമായ യൂറിൻ പരിശോധനകൾ മാത്രമല്ല, രക്തം പരിശോധിച്ച് സ്കാൻ ചെയ്ത് പരിശോധിച്ച് പൂർണ്ണമായിട്ടും പരിശോധിച്ച് മാത്രമേ ഇതേപോലത്തെ ഈ ഗുളികകൾ കൊടുക്കാവൂ. ഈ മനുഷ്യജീവൻ ഇല്ലാക്കുന്ന ഗുളികകൾ കൊടുത്ത് നശിപ്പിക്കുന്നതിന് മുമ്പ് ഫുള്ള് പരിശോധിക്കുക. 10,000-2,000 കടമാച്ച് അവർ ചെയ്തോളും. ഈ വരണൊരു കുഞ്ഞ്, എനിക്ക് ഏറ്റവും വിഷമമെന്ന് വെച്ചാൽ എനിക്കിപ്പം 40 വയസ്സ് കഴിഞ്ഞ്, പക്ഷേ ഇതിനേക്കാൾ പ്രായമുള്ള ഒരുപാട് പ്രവാസിയ സഹോദരങ്ങളുണ്ട്. എനിക്കറിയാം, മക്കളില്ലാത്തവർ ഒരു ജാതിയോ മതമോ ഒന്നും നോക്കാതെ കോവിലായാലും പള്ളിയിലായാലും പലയിടത്തും പോയി തൊട്ടിൽ കെട്ടി കാത്തിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന. അവർക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യും. അത് ഒരിക്കലും ഇതൊന്നും ഇനി ഇത് നടത്തിക്കൂടാ. അതിനു വേണ്ടിയും കൂടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് എന്തായാലും തിരിച്ച് കിട്ടൂല. ഞങ്ങൾ നഷ്ടം തന്നെയാണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്തമ്മ +2 പഠിക്കുകയാണ്. ഞങ്ങൾ പുനർവിവാഹമാണ്. രണ്ടാമത്തെ കേസ്, എൻ്റെ കുഞ്ഞിന് 2 വയസ്സായി. അവന് അടുത്ത എന്താ പറയും, അവനൊരു 3 വയസ്സാകുമ്പോൾ ഇവൾ പ്രസവിക്കുമ്പോൾ അവന് കൂട്ടായിട്ട് ഒരു മോനോ മോളോ കിട്ടുമല്ലോ. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ AJ ഹോസ്പിറ്റലിൽ പോയതും. കൂടപ്പറപ്പിനെ പോലെ കണ്ട എവരടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് തർക്കിച്ചു. അവൾ ഗർഭിണിയാണ്. അപ്പോൾ അല്ല, എനിക്ക് തോന്നുന്നത് അവർ വേറെന്തോ മൂഡിലായിരുന്നു. കാരണം എന്തോ കൈപ്പഴ പറ്റി, അല്ലെങ്കിൽ എന്തോ ടെൻഷനിലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ കൺസൾട്ടിങ് ചെന്നത്. ആ ദേഷ്യം ഞങ്ങളുടെ തോളിൽ കയറി ചെന്നവൻ ഒരുപാട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. എൻ്റെ പറയണ്, നീ MBBS ആണ്, നീ എന്നെ ക്രോസ് ചെയ്യാൻ നീ MBBS ആണ്, നിനക്കറിയാം. ഞാൻ പറയും, എൻ്റെ വൈഫ് ഗർഭിണിയാണെന്നും ആ ലക്ഷണം ഇതിനു മുമ്പ് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ തർക്കിക്കണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വൈഫിനെ ഒരുപാട് എന്ത് പറയും പ്രകോപിതരാക്കേണ്ട ഈ സംസാരിച്ചു. സനോജ് വിഷമിക്കണ്ട. സനോജിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇനി ഇതേപോലെ ആർക്കും സംഭവിക്കരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. ഈ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മുമ്പ് എന്നോട് സംസാരിച്ചു, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷവും ഈ യുവതിയെ അപായപ്പെടുത്തുവാനുള്ള ഒരു നീക്കവും നടന്നു, ഇത് പുറം ലോകം അറിയാതിരിക്കാൻ. അതൊന്ന് പറയാമോ? നിങ്ങളോട് ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നീതി കിട്ടിയോ?
ഇല്ല, എനിക്ക് ഈ അബോർഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും ഞാൻ ഇൻസുലിൻ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ അവരെനിക്കെതിരെ തെളിവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നിന്ന് ബ്ലഡ് എടുത്തുകൊണ്ടേയിരുന്നു. ബ്ലഡ് എടുത്ത് ഷുഗർ പരിശോധിച്ച് അതിൻ്റെ റിസൾട്ടൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഡിസ്ചാർജ് പേപ്പർ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നപ്പോൾ എനിക്ക് ഈ അബോർഷൻ കഴിഞ്ഞ് എനിക്ക് തന്നിട്ടുള്ളത് വെറും 2 ആൻറ്റിബയോട്ടിക്കിൻ്റെ ടാബ്ലറ്റ് മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. ഡോക്യുമെന്റ്സും തന്നില്ല? ഇല്ല, ഡോക്യുമെൻറ്റ്സ് ഒന്നും എനിക്ക് തന്നിട്ടില്ല. പറയാം, ഞാൻ ഇതിലേക്ക് വരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരുടെ തട്ടിപ്പും ഉടായ്പുമാണ്. ഒരാൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ കംപ്ലീറ്റ് രോഗത്തെക്കുറിച്ചുള്ള ഫയലുകൾ നിർബന്ധമായിട്ടും കൈമാറണം എന്നുള്ളത് മെഡിക്കൽ എത്തിക്സാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ഡോക്യുമെൻറ്റ്സ് അല്ല കൊടുക്കേണ്ടത്. ആ രോഗിയുമായി ബന്ധപ്പെട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്തൊക്കെ മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ, രോഗിയുടെ ഹിസ്റ്ററി, ഇതെല്ലാം ആ രോഗിയുടെ ഫയലിനൊപ്പം കൊടുത്തുവിടേണ്ടതാണ്. പാവപ്പെട്ട മനുഷ്യൻ ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല എങ്കിൽ അത്തരക്കാരെ പറ്റിക്കരുത്. അതുപോലെ തന്നെ മെഡിക്കൽ മേഖലയിൽ പരിജ്ഞാനമുള്ളവരല്ല സാധാരണ ജനങ്ങൾ. ആ സാധാരണ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച രോഗവിവരങ്ങൾ സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ പൂഴ്ത്തിയിട്ട് നിങ്ങൾ കണ്ണി കാണുന്ന സാധനങ്ങൾ ഫയലിലെടുത്ത് കൊടുത്തുവിടുന്നതല്ല ഡിസ്ചാർജ്. ഒരാളെ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി വിടേണ്ടത് കൃത്യമായിട്ട് ഡോക്യുമെൻസുകൾ മുഴുവൻ എല്ലാ രോഗിക്കും അവകാശപ്പെട്ടതാണ്. എൻ്റെ യൂട്രസ് ക്ലീൻ ചെയ്തിട്ടില്ല, DNC ചെയ്തല്ല അവരെന്നെ വിട്ടത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി പോയി കഴിഞ്ഞിട്ട് ഞാൻ കടയ്ക്ക ഹോസ്പിറ്റലിൽ വീണ്ടും ഈ ലാസ്റ്റ് എനിക്ക് അബോർഷൻ കഴിഞ്ഞിട്ട് നടത്തിയ സ്കാനിങ് റിപ്പോർട്ട് എനിക്ക് തന്നിട്ടില്ല. ആ സ്കാനിങ് റിപ്പോർട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ആംബുലൻസിൽ വെച്ച് തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തിരുന്നു. ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ആ റിപ്പോർട്ട് ഞാൻ പുറത്ത് ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ അവർ വായിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞെന്ന് ഈ ഗർഭപാത്രത്തിനകത്ത് ഇനിയും വേറെ ഒരു ഇംഗ്ലീഷ് വാക്കാണ് പറഞ്ഞത്, കാരണം അതൊക്കെ ഡോക്ടർമാരുടെ ഉപയോഗിക്കുന്ന വാക്കാണ്. അതിൽ എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്ത് അവശിഷ്ടങ്ങളുണ്ട്, അത് എത്രയും വേഗം പുറത്ത് കളയണം, DNC ചെയ്യണം. ഇത് എന്തുകൊണ്ടാണ് AJ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് എലിസബത്ത് രശ്മി ജോൺ ചെയ്യാത്തത്? അവർ അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡിസ്ചാർജ് ചെയ്യുന്ന മുമ്പേ എൻ്റെ വൈഫിൻ്റെ ഗർഭപാത്രം ക്ലീൻ ചെയ്ത് വിടേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അത് അവർ ചെയ്തില്ല. ഒരു ഗുളിക തന്നില്ല, ഒരു ഗുളിക പോലും നിർദ്ദേശിച്ചില്ല. പിന്നെ അടുത്ത സ്കാനിങ്ങിന് വരണ ഒന്നും അപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അതിനും മരുന്ന് തന്നില്ല, അതിനൊരു ഗുളിക പോലും തന്നില്ല. ഇവർ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ വൈഫിന് ചെറിയ ഷുഗറിൻ്റെ ഇത്തരത്തിൽ ഗർഭപാത്രം വേണ്ട രീതിയിൽ ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് അമ്മയുടെ അല്ലെങ്കിൽ ജീവനെ ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. മെഡിക്കൽ ഫീൽഡിലുള്ള എൻ്റെ കൊച്ചാപ്പടമ്മൻ മെഡിക്കൽ റെപ്പാണ്. ആ പുള്ളി ഉൾപ്പെടെ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഈ അവശിഷ്ടങ്ങൾ ശരീരത്തിൽ കിടക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിമിഷ നേരം കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് പെരുകുമ്പം അത് ഏത് പെൺകുട്ടിയുടെ വയറ്റിലാണ് കിടക്കുന്നത് ആ കുട്ടി മരണം വരെ സംഭവിക്കും. അപ്പം എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി എൻ്റെ പെണ്ണിനെയും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഡോക്ടർ നോക്കിയത്. പിന്നെ അതേപോലെ അവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പക്ക ഗുണ്ടായുസമാണ്. ഹോസ്പിറ്റലിൻ്റെ ലൈസൻസ് ക്യാൻസൽ, അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ ഹോസ്പിറ്റലിനെതിരായിട്ടല്ല, നെഗ്ലിജൻസിനെതിരായിട്ടാണ് ഇവരുടെ വിഷയം, നിങ്ങളുടെ വിഷയമാണ്. ഒരു കുഞ്ഞിനെ കൊന്നു, അതാണ് നമ്മളുടെ വിഷയം. ഇവർ സ്ഥിരമായിട്ട് ഡയബറ്റിക് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ വിഷയമായി പോയപ്പോഴും പ്രമേഹം ചെക്ക് ചെയ്തു. എത്രയായിരുന്നു പ്രമേഹം ചെക്ക് ചെയ്തപ്പോഴുള്ള റിസൾട്ട്? AJ ഹോസ്പിറ്റൽ ചെക്ക് ചെയ്തപ്പോഴും 395 mg യൂണിറ്റ് എന്നാണ് പറഞ്ഞത്. 395 mg യൂണിറ്റ്. അതുപോലെ തന്നെ ഇതേ സമയത്ത് നിങ്ങൾക്ക് സംശയം തോന്നി, പുറത്ത് ടെസ്റ്റ് ചെയ്തോ? സംശയം തോന്നാൻ കാരണം വെച്ചാൽ ഞാൻ റിപ്പോർട്ട് ചോദിച്ചു, റിപ്പോർട്ട് തരുന്നില്ല, അത് ഇവിടെ ഫയലിൽ സൂക്ഷിക്കാനുള്ള. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ID കൂറും, കാരണം ഇപ്പം എനിക്ക് MBBS ഇല്ലേ എങ്കിലും ബുദ്ധി ഉണ്ടല്ലോ. ഞാൻ ചിന്തിച്ചു ഈ റെക്കോർഡ് എനിക്ക് വേണം. അങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കി ഞാൻ ഫോട്ടോ എടുത്തിട്ട് ആ ഡോക്ടറെ അടുത്തും PRA ഉണ്ടായിരുന്നു ആ റൂമിൽ, ഡോക്ടർ റൂമിൽ. ഞാൻ പറയുന്നത് എനിക്ക് സംശയമുണ്ട്, ലാബ് സംശയമുണ്ട്, എൻ്റെ പെണ്ണ് നെഗറ്റീവ് വന്ന് ഇവിടെ സർട്ടിഫിക്കറ്റ് തന്നു, അവൾ പോസിറ്റീവ് ആയിരുന്നു, ഗർഭിണിയായിരുന്നു, അപ്പോഴും ലാബിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പുറത്ത് പെട്ടെന്ന് തന്നെ പോയി ടെസ്റ്റ് ചെയ്തു. ഒരു 3/4 മണിക്കൂറിനകത്ത് കണിയാപുരത്ത് MDC ലാബിൽ പോയി സ്കാൻ ചെയ്തു, ഷുഗർ പരിശോധിച്ചു, ഷുഗർ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ 277 mg യൂണിറ്റേ ഉള്ളൂ. അതായത് 1/3 ഷുഗറായിട്ട് കുറഞ്ഞു. നമ്മൾ ഓർക്കണം, ലാബുകളിലെ ടെസ്റ്റുകളുടെ കൃത്യത, ഡോക്ടർമാർ അതിനെ വിലയിരുത്തുന്നതിൽ വളരെ നെഗ്ലിജൻ്റായിട്ട് വിലയിരുത്തുന്നതിൽ മനുഷ്യരുടെ ജീവൻ വെച്ച് ഇനി മേലാൽ കളിക്കരുത്. ഇനി മേലാൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണമെന്ന് മന്ത്രി വീണ ജോർജ് ആലോചിക്കുക. ഏത് നാട്ടിലാണ് ഈ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നത്? നിങ്ങളൊക്കെ മന്ത്രിമന്ദിരങ്ങളിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ചികിത്സയ്ക്ക് കേരളം വിട്ടുപോകാം. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കേരളത്തിലെ ഇത്തരം ആശുപത്രികളും നിങ്ങൾ ഭരണം നടത്തുന്നത് നിങ്ങളുടെ കീഴിലുള്ള ഈ സ്ഥാപനങ്ങളുമേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് മനുഷ്യജീവനെ ഹാൻഡിൽ ചെയ്യണം. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണം. അത് പ്രതീക്ഷയുടെ വളരെ വലിയ തിരുനാളങ്ങളാണ്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇനിയും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറാൻ സഹായിക്കട്ടെ. നന്ദി.